ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ഇന്ദ്രിയങ്ങളിൽ കൂടി കിട്ടുന്ന അല്പമായ സുഖം നമ്മുടെ ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളുമായി ഭ്രമിപ്പിക്കുകയും അതിനപ്പുറമുള്ള ഒരു സുഖത്തെക്കുറിച്ച് നാം ചിന്തിക്കുക പോലും ചെയ്യുകയും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഈ സുഖങ്ങളെല്ലാം തന്നെ സുഖ ആഭാസങ്ങളാണ്. ആഭാസം എന്നാൽ മറയ്ക്കപ്പെടുന്നത് എന്നാണ് അർത്ഥം. യഥാർത്ഥമായ പരമമായ സുഖത്തെ മറയ്ക്കുന്നതാണ് ഈ വസ്തുക്കളിൽ നിന്നും കിട്ടുന്ന തുച്ഛമായ സുഖം. അതിനാൽ ഇതിൽ ഭ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുകയില്ല. അത് ലഭിക്കണമെങ്കിൽ ഇതിലുള്ള ഭ്രമം ഇല്ലാതെയാകണം. ഇതിലെ ഭ്രമം എങ്ങനെയാണ് ഇല്ലാതാവുക? ഇത് ക്ഷണികമാണെന്ന് ബോധിക്കണം. ക്ഷണികമാണെന്ന് ബോധിച്ച് ഇതിൽ നിന്നും നമ്മുടെ മനസ്സിനെ പിന്തിരിപ്പിക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് അതിലേക്കുള്ള ഗതിക്കുള്ള പ്രേരണയുണ്ടാവുകയുള്ളൂ. അതിനാൽ ഒരു കവി പറയുന്നു, സുഖാഭാസങ്ങൾ പലതും കണ്ടു തെറ്റിദ്ധരിച്ചവർ അതാതിൻ ഫലമുണ്ടും കൊണ്ടതാതിൽ തന്നെ വാഴുകയാം. മനുഷ്യർ ചെയ്യുന്ന അവസ്ഥയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. സുഖാഭാസങ്ങൾ പലതും. ഇവിടെ നാം ഇന്ദ്രിയങ്ങളിൽ കൂടി അറിയപ്പെടുന്ന എല്ലാ സുഖങ്ങളും സുഖാഭാസങ്ങളാണ്. സുഖത്തെ മറയ്ക്കുന്നവയാണ്. സുഖത്തെ അറിയപ്പെടാൻ അനുവദിക്കാത്തവയാണ്. യഥാർത്ഥ സുഖത്തെ അറിയാൻ ഇവ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇവയെ സുഖാഭാസം എന്ന് പറയുന്നത്. സുഖാഭാസങ്ങൾ പലതും കണ്ടു തെറ്റിദ്ധരിച്ചവർ. പല സുഖവും തരും എന്ന് വിചാരിച്ച് അതിൻ്റെ പുറകെ ഓടി വലയുന്നു ഓരോ മനുഷ്യനും. സുഖം തരുന്ന വസ്തുക്കളെ കണ്ട് അതിൻ്റെ പുറകെ ഓടി തനിക്ക് സത്യം അറിയാൻ കഴിയാതെ വരുന്നു. സുഖാഭാസങ്ങൾ പലതും കണ്ടും തെറ്റിദ്ധരിച്ചവർ അതാതിൽ ഫലമുണ്ടാ കൊണ്ടതാതിൽ തന്നെ വായുകയാം. ഓരോ വിഷയങ്ങളിലും ഫലത്തെ മാത്രം ഇച്ഛിച്ചുകൊണ്ട് അതിൽ തന്നെ നിൽക്കുന്നു, അതിൽ തന്നെ വാഴുകയാണ്. അതിൽ നിന്ന് അല്പം പോലും വിട്ടു നിൽക്കുകയില്ല. അതിലൊന്നാണ് ഗൃഹകുടുംബാദികൾ. ഗൃഹകുടുംബാദികൾ മുഴുകി കഴിയുന്ന ഒരു മനുഷ്യന് അതിലപ്പുറം ഒരു സുഖത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും വയ്യ. ഇത് തന്നെയാണ് പരമമായ സുഖം എന്ന ധാരണയാണ്. അത് ഏതുപോലെ ഹരിനാമകീർത്തനത്തിൽ എഴുത്തച്ഛൻ പറഞ്ഞിരിക്കുന്നു, ഔദുംബരത്തിൽ മശകത്തിനു തോന്നുമതിൽ വീതേകഥാവി സുഖമില്ലെന്നത് പരിചു ചേതോ വിമോഹിനി മയക്കായമായനവ ദേഹോഹമിവയിൽ നാരായണായ നമഃ. ഔദുംബരം എന്നാൽ അത്തിപ്പഴം എന്നാണ് അർത്ഥം. അത്തിപ്പഴത്തിലിരിക്കുന്ന ഒരു പുഴുവിന് തോന്നുകയാണ് ഇതിലപ്പുറം സ്വാദിഷ്ടമായ ഒരു ഫലം വേറെ ഇല്ല എന്ന്. ഏറ്റവും സ്വാദ് കുറഞ്ഞതും ചവർപ്പുള്ളതുമായ ഒരു പഴമാണ് അത്തിപ്പഴം. എന്നിട്ടും ആ അത്തിപ്പഴം തിന്നുന്ന പുഴു കരുതുകയാണ് ഇതാണ് പരമമായ സുഖം, ഇതിലപ്പുറം ഒരു സുഖം ഇല്ല എന്ന്. ഔദുംബരത്തിൽ മശകം എന്ന് പറഞ്ഞ പുഴു തോന്നും അതിന്മീതേ കഥാപി സുഖമില്ലെന്നതപ്പരിചു, ഇതിനപ്പുറം മാധുര്യമേറിയ ഒരു പഴം വേറെ ഇല്ല എന്ന് കരുതുന്നത് പോലെ എന്നെ ഈ മായയിലിട്ട് ഈ ദേഹമാണ് ഞാൻ എന്ന തോന്നൽ ആണ് ഇതിനെല്ലാം കാരണമായിരിക്കുന്നത്. അതുകൊണ്ട് ഈ അജ്ഞാനത്തിലിട്ട് എന്നെ വലയ്ക്കല്ലേ നാരായണ, അതിനെന്നിൽ അങ്ങയുടെ കൃപയുണ്ടാകണേ എന്നാണ് പറയുന്നത്. അതുപോലെ ഓരോ വിഷയങ്ങളിൽ ചെന്നും അതാത് അനുഭവിച്ച് അതാതിൽ തന്നെ കഴിയുന്നു. അതിലപ്പുറം ഒരു അന്വേഷണമേ ഇല്ല. അതാണ് അതാതിൽ ഫലമുണ്ടും അതാതിൻ്റെ ഫലം ഉണ്ടും കൊണ്ട് അനുഭവിച്ചും കൊണ്ട്
അതാതിൻ്റെ ഫലം ഗൃഹകുടുംബാദികളിലുള്ള ആ സുഖം അനുഭവിച്ചുകൊണ്ട് ദുഃഖം വന്നാൽ അത് സഹിച്ച് അത് കിട്ടും കിട്ടും എന്ന പ്രതീക്ഷയിൽ ആ സുഖം അനുഭവിച്ചും കൊണ്ട് അത് തന്നെ മോഹിച്ചു കൊണ്ടിരിക്കുന്നു. അതിനപ്പുറമുള്ള പരമസുഖത്തെക്കുറിച്ച് അറിയുന്നേ ഇല്ല. അതാണ് സുഖാഭാസങ്ങൾ പലതും കണ്ടു തെറ്റിദ്ധരിച്ചവർ അതാതിൻ ഫലമുണ്ടും കൊണ്ടതാതിൽ തന്നെ വാഴുകയാം. അതിനപ്പുറത്തേക്ക് ഒരു ചിന്തയില്ല. അതിൽ തന്നെ വാടുകൊണ്ട് ആയുഷ്കാലം മുഴുവൻ കളയുന്നു. വാർദ്ധക്യത്തിൻ്റെ വക്കിലെത്തി കഴിയുമ്പോൾ എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു, താൻ ഇതുവരെ ഏതൊന്നിനെയൊക്കെ ആഗ്രഹിച്ചു, ആ ആഗ്രഹിച്ച ഒന്നും തന്നെ തനിക്ക് സഹായകമല്ല എന്നും ബോധിച്ച് ആ ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ദുഃഖ പരിവൃതരായിക്കൊണ്ടാണ് ദേഹം വെടിയുന്നത്. നിരാശയും ദുഃഖവുമാണ് അവരെ പിന്തുടരുന്നത്. അതിനാൽ അതിനിടവരുത്താതെ നാം ഇതിനപ്പുറം എല്ലാം ഉള്ള ഇതിനൊക്കെ കാരണഭൂതമായിരിക്കുന്ന ഈ അല്പമായ സുഖത്തിന് കാരണമായിരിക്കുന്നത് അനല്പമായ ആ പരമാത്മാവാണെന്ന് സത്യം ബോധിച്ച് അതിലേക്ക് നമ്മുടെ മനസ്സിനെ തിരിച്ചു വിടാൻ വേണ്ടിയാണ് ഇത്തരം ഉദാഹരണങ്ങളിൽ കൂടി നമുക്ക് വെളിവുണ്ടാക്കി തരുന്നത്. സുഖാഭാസങ്ങൾ പലതും കണ്ടു തെറ്റിദ്ധരിച്ചവർ അതാതിൻ ഫലമുണ്ടും കൊണ്ടതാതിൽ തന്നെ വാഴുകയാം.